بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله مولانا العظيم. صدق وبلغ نبيه الرسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്യരായ സാദാതികളെ, ബഹുമാന്യരായ ഉലമാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, വളരെ സുദീർഘമായി ഒരു പ്രഭാഷണം നടത്താൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഏതാനും മാസങ്ങൾ മാത്രമായി കാന്തപുരം വിഭാഗത്തിൽ നിന്ന് രാജിവെച്ചു വന്ന ബഹുമാനപ്പെട്ട സാരി പരിശുദ്ധ ദീനിൽ ഈ വിഭാഗം വരുത്തിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ പ്രവണതകളെപ്പറ്റി വളരെ മനോഹരമായി പ്രസംഗിക്കുകയും കാര്യങ്ങളെ നിങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഓർത്തുപോകുന്നത് വർത്തമാനകാല മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയവും അവരുടെ ഊർജവും വിഭവശേഷിയും അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് നിർവഹിക്കപ്പെടേണ്ട ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ഇസ്ലാമിനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാണ്. സംഘടിതമായി മുസ്ലിം ഉമ്മത്തിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകതലത്തിലും ദാർശനിക തലത്തിലുമൊക്കെ ഇത്തരം സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ്. ഈ സന്ദർഭത്തിൽ പരിശുദ്ധ ദീനിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിനിടയിൽ വിഭജനമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് എന്താണ് ലക്ഷ്യമെന്നവർ പറയേണ്ടത് അനിവാര്യമാണ്. ഒരു മുസ്ലിം ആകെ ലക്ഷ്യം വെക്കേണ്ട കാര്യം, ഒരു ദീനീ പ്രബോധകന്റെ ലക്ഷ്യം, ഒരു ദാഇയുടെ ലക്ഷ്യം, ഒരു പണ്ഡിതന്റെ ലക്ഷ്യം ആളുകളുടെ ശരിയിലേക്ക് കൊണ്ടുപോകലും നന്മയെ പഠിപ്പിക്കലുമാണ്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടാവും. ഞാൻ വന്ന പറഞ്ഞു, ഇവിടെ ഒരു പുതിയ പള്ളി തുടങ്ങിയിട്ടുണ്ട്, ജുമാ തുടങ്ങിയിട്ടുണ്ട്. പഴയകാലം മുതൽ ജുമാക്കുണ്ടായിരിക്കേണ്ട ഷർത്തുകളെ കുറിച്ച് അറിയാത്തവരാണോ ഈ നാട്ടുകാർ? നൂറുകണക്കിന് ഉലമാക്കന്മാരെ പടുത്തുയർത്തിയ പ്രാചീനമായ ഒരു പള്ളി ദർസുള്ള മഹല്ലല്ലേ ഇത്? കരുത്തരായ നൂറുകണക്കിന് ആലിമീങ്ങൾ ജീവിച്ചൊരു പ്രദേശമാണിത്. മുസ്ലിം നവോത്ഥാനത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പട്ടാമ്പിയും പരിസര പ്രദേശങ്ങളിലും അതിന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പള്ളികൾ നിർമ്മിക്കുന്നിടത്തും യതീംഖാനകൾ ഉണ്ടാക്കുന്നിടത്തും ആധുനിക രീതിയിലുള്ള ദർസുകൾ നിർമ്മിക്കുന്നിടത്തും കോളേജുകൾ ഉണ്ടാക്കുന്നിടത്തും പട്ടാമ്പിക്കാരെന്നും മുന്നിൽ തന്നെയാണ്. ഇവിടെ വന്നിട്ടൊരു ജുമാ തുടങ്ങാൻ മാത്രം തൊലിക്കട്ടി, അത് ഒരു സാധാരണക്കാരന് ചിന്തിക്കാനേ കഴിയില്ല. ഒരു വിളിപ്പാടകലെ ഒരു പള്ളി, ആ പള്ളിയിൽ ഖുതുബയും ജുമായും നിർവഹിക്കപ്പെടുന്നു.
ആ പള്ളിയുടെ പരിസരത്ത് ആ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവരും അതിന് നേതൃത്വം നൽകുന്നവരും കർമ്മശാസ്ത്രപരമായി ഷാഫികളാണ്, വിശ്വാസപരമായി അശ്അരികളാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യാത്തവരാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ആ പള്ളിയിൽ നിസ്കരിക്കുന്നവരും പുതിയ പള്ളിയിൽ നിസ്കരിക്കുന്നവരും ഒരേ ഫിഖ്ഹ് പഠിച്ചവരാണ്, ഒരേ മദ്രസയിൽ പഠിച്ചവരാണ്, ജുമാഅയുടെ ശർത്തും ഫർളും ഒരേ രീതിയിൽ പഠിച്ചവരാണ്. നിങ്ങൾ ചിന്തിക്കുക, ഖുതുബയുടെ ഭാഷ ഒരേ ഭാഷയാണ്, നിസ്കാരം ഒരേ ശൈലിയാണ്. എന്താണ് പഴയ പള്ളിയും പുതിയ പള്ളിയും തമ്മിലുള്ള വ്യത്യാസം? എന്തിനു വേണ്ടിയാണ് രണ്ടാമതൊരു പള്ളി ഈ ഗ്രാമത്തിലുണ്ടാക്കിയത്? ആ പള്ളിയിൽ നിർവഹിക്കപ്പെടാത്ത ഒരു കാര്യം മാത്രമേ നിങ്ങളോട് നിർവഹിക്കുന്നുള്ളൂ, അനങ്ങിയ പിരിവ്. വേറെ എന്താ നിങ്ങൾ പുതിയതായി ചെയ്യുന്നത്? ചുരുക്കി പറഞ്ഞാൽ ആശയപരമായി യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത, ഒരേ ഖുർആൻ ഓതുന്ന, ഒരേ ഹദീസ് പഠിക്കുന്ന, ഒരേ രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന, ഒരേ ഖിബലയിലേക്ക് നിസ്കരിക്കുന്ന, ഒരു പള്ളിയിലും ഒരു സ്കൂളിലും ഒരു മദ്രസയിലും ഒരു ഗ്രാമത്തിലും ഒരുമിച്ചുകൂടിയ സമുദായം. ഇവർക്കിടയിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പിളർപ്പുണ്ടാക്കിയത്? ഇനി പിളർപ്പുണ്ടാക്കി നിങ്ങളെ പക്ഷത്തേക്ക് വന്ന പണ്ഡിതന്മാരുടെ പ്രസംഗം കേട്ട് വന്ന ആളുകളുടെ ജുമാ എങ്ങനെയാണ് ശരിയാവുക? ഏതാണ് നിങ്ങളെ മഹല്ലിന്റെ അതിർത്തി? മഹല്ലാകുമ്പോൾ അതിർത്തി ഉണ്ടാവുമല്ലോ. ഈ പുഴ മുതൽ ആ പുഴ വരെയൊന്നും, ഈ പാടം മുതൽ ആ പാടം വരെയൊന്നും, ഈ തോട് മുതൽ ആ തോട് വരെയൊന്നൊക്കെ ഒരു മഹല്ലിന് അതിർത്തി ഉണ്ട്. നിങ്ങളെ മഹല്ലിന്റെ പരിധി ഏതാണ്? അതിന്റെ അതിർത്തി ഏതാണ്? ഏത് മഹല്ലിലാണ് നിങ്ങൾ ജുമാ നിലനിർത്തിയത്? നിങ്ങളെ മക്കാൻ എവിടെയാണ് മുഅയ്യനായത്? ഏത് സ്ഥലമാണ് നിങ്ങൾ നിർണയിച്ചത്? ആരൊക്കെയാണ് നിങ്ങളെ ജുമാക്ക് ഇത്ര ആളുകൾ നിർണയിക്കപ്പെട്ട ഏതൊക്കെ വീട്ടിലുള്ള ആളുകളാണ്? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കിയത്? ജുമാ നിലനിർത്താൻ എത്ര ഷർത്തുകളുണ്ട്? അതിൽ ഏത് ഷർത്താണ് നിങ്ങൾ പാലിച്ചത്? നിങ്ങളൊന്ന് പറയും. ദീന് കൊണ്ട് കുതിര കളിക്കണ പോട്ടെ, പരിശുദ്ധമായ ദീനനുസരിച്ച് നിങ്ങൾ ആലിമീങ്ങളാണ് വിശ്വസിക്കുന്ന, മക്കൾക്ക് നൽകുന്ന ഭക്ഷണം നിങ്ങൾക്ക് പകുത്തു നൽകുന്ന, അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് സദഖ എന്ന നിലയിൽ നൽകുന്ന, ജീവനക്കാളേറെ നിങ്ങളെയും നിങ്ങളെ പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ജുമാ നഷ്ടപ്പെടുത്തുക എന്നല്ലാതെ എന്ത് പണിയാണ് ഈ പണ്ഡിതന്മാർ ചെയ്തിട്ടുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോ ഒരു കാരണം പറയും, എന്താണോ ഉസ്റുൽ ഇജ്തിമായ. എന്താ കാരണം പറയാം? ഈ ഉസ്റുൽ ഇജ്തിമായ ഇവരുണ്ടാക്കുന്നതാണ്. പണ്ടൊരു മഹല്ലില് ജനറൽ ബോർഡിൽ കണക്കിങ്ങനെ വായിക്കണം. അപ്പൊ സെക്രട്ടറി പറഞ്ഞു 20,000 റുപ്യക്ക് തേങ്ങ വിറ്റു, 15,000 റുപ്യക്ക് അടക്ക വിറ്റു. ഉടനെ SSFന്റെ യൂണിറ്റ് സെക്രട്ടറി എഴുന്നേറ്റുന്നു. അയാൾ വെച്ച് എത്ര റുപ്യക്ക് അടക്ക വിറ്റ്? 15,000-ന്. എത്ര അടക്കണ്ടായിരുന്നു? മനസ്സിലായോ? തിരിഞ്ഞോ? അടക്കന്റെ എണ്ണം കിട്ടണം. തേങ്ങന്റെ എണ്ണ ചിലപ്പോ ഓർമ്മ ഉണ്ടാവും. ഇതിന്റെ തെങ്ങുമ്പോ എത്രയാണ് ഇയാൾക്ക് കിട്ടേണ്ടത്? എന്താണ്? അടക്കന്റെ എണ്ണാണ്. സെക്രട്ടറി പറഞ്ഞു അടക്കന്റെ എണ്ണ ഓർമ്മല്ല. മറ്റോ പറഞ്ഞ അടക്കന്റെ എണ്ണം വിടാതെ പറയാതെ വിടൂലാറിന്. അപ്പൊ ഒരു ചങ്ങായി ഇങ്ങനെ അടക്ക കട്ടിലെ അങ്ങട്ടാക്കിയില്ലേ ഇങ്ങട്ടാക്കിയില്ലെന്ന് പറഞ്ഞപ്പം കുറെ കേൾക്കുമ്പോൾ ഒരു മനുഷ്യന് ദേഷ്യം പിടിക്കൂലേ? അപ്പൊ ഏതോ ഒരാൾ പിടിച്ചു വലിച്ചു അടിയായി. പിറ്റത്താഴ്ച പുതിയ ജുമാ. എന്താ കാര്യം? പറഞ്ഞോളി, നിങ്ങൾ പറഞ്ഞോളി. ഒരുമിച്ചുകൂടൽ ബുദ്ധിമുട്ടായതുകൊണ്ട്, ഒരേ സ്ഥലത്ത് ഒരുമിച്ചുകൂടൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ വേറെ ജുമാ തുടങ്ങി. ഇതിനൊക്കെ വേറൊരു ഭാഷ ഉണ്ട്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ടായി കളിക്കണത്? ഒരു സ്ഥലത്ത് 2 അയൽവാസികൾ തമ്മിൽ അതിരുണ്ടാക്കുക, അതിരെടുത്ത്. അപ്പൊ JCB മാന്തിയപ്പോ ഒരാളെ ഭൂമി ഇടിഞ്ഞാടി. മറ്റോൻ പറഞ്ഞു പോയാൽ ഇടിയാൻ പാടില്ല, കുന്തും തള്ളുമായി. അപ്പോൾ പൊന്മുളക്കാരൻ വന്നു. അയാൾ പറഞ്ഞു
ഉസ്റുൽ ഇജ്തിമാഅാണ്. ഭൂമി മാന്തിയവനും മാന്തപ്പെട്ടവനും ഒരുമിച്ച് കൂടെ ഉന്തുതള്ളുണ്ടാവും, ഉറപ്പല്ലേ? അതുകൊണ്ട് നിങ്ങൾ വേറെ ജുമാ, നിങ്ങൾ വേറെ ജുമാ. ഇതൊക്കെ എന്തൊരു കഥയാണ്. ഞാൻ ചോദിക്കുന്നത് SSFകാർക്ക് സാക്ഷരത ഇല്ല എന്നാണ്. വിവരമില്ല എന്നുള്ളത് പോട്ടെ, സാക്ഷര കേരളത്തിൽ ഇത്ര തലച്ചോറില്ലാത്തൊരു കൗം നിങ്ങളല്ലാതെ വേറെ ആരെ ഉണ്ടാവും? നിങ്ങളെക്കാരും കുറച്ചുകൂടി മെച്ചാണ് അന്തമാൻ നിക്കോബർ ദ്വീപുകളിൽ കാണപ്പെടുന്ന കാട്ടുമനുഷ്യന്മാർ. അതിന്റെ ഒരു വർഗസ്നേഹമെങ്കിലും ഉണ്ടാവും. അള്ളാന്റെ പള്ളിയും രണ്ടാക്കി, മദ്രസും രണ്ടാക്കി, ജുമായും രണ്ടാക്കി. ഇനി ഇവിടെ നടക്കാൻ പോണ ദുരിതങ്ങൾക്കറിയോ? മരിച്ചോടത്ത് പോയിട്ട് മരിയേക്കും ദ്വാരക്കാനായിക്കൂല, എഴുതിച്ചോളി. ഒരാളും മരിക്കാനായി എന്ന് കാണുമ്പോ തന്നെ AP ഗ്രൂപ്പിലെ മോലിയൊരു കുപ്പായിട്ടിങ്ങ നിൽക്കും. തങ്ങളെ നല്ല മുദ്രിച്ചെടുത്ത് മൂപ്പരിങ്ങൾ ചോദിച്ചു, പോയോ? എന്ത് പോയോ? ശ്വാസം പോയോന്നേ. അപ്പൊ മറ്റയാൾ പറയും ഇല്ല. ശരി, കുറച്ചുകൂടി കൈ മൂപ്പർ പെരിന്തൽമണ്ണ കൺവെൻഷൻ ഡിജി പോയോ നോക്ക്. ആ പോണുണ്ട്, ഞാൻ വരികയാണ്. എന്നിട്ട് ഇയാൾ വന്നിട്ട് കുറയുമ്പോ എങ്ങനെ ഇരിക്കും? എന്തിന്? ശ്വാസം പോയി കിട്ടാൻ. മനസ്സിലാണ്ടോ? എന്നിട്ട് അയാളെ വകരു ആ ഒരു സമ്മേളനം. അപ്പൊ മറ്റേ മഹലിലെ ആൾക്കാർ, നമ്മളെ മഹലിലെ ആൾക്കാരാണല്ലോ ഭൂരിപക്ഷം. ഇതാകെ ഈ ചിരണ്ടിട്ട ചേട്ടന്റെ മൂട്ടില് എറുമ്പ് കയറുന്ന അതിരി 6, 4, 10 ഉണ്ടാവുള്ളൂ. ഈ തിങ്കൾ വന്ന് ദ്വാരക്കൽ ഒച്ചമ്പുളിയാക്കുമ്പോ നാട്ടുകാരിങ്ങനെ പറയും, ഐഷ് കൊലക്കപ്പതിനാറ്. ഇങ്ങനെ ആ മരിച്ച മനുഷ്യ അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറയുമ്പോ തന്നെ ആമീൻ പറയാൻ കഴിയാത്തൊരു കോലം. പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴോ, മയ്യത്ത് ഇങ്ങോട്ട് ഇട്ടിക്കുമ്പം യാതൊരു പരിചയം ഉണ്ടാവില്ല. മക്കളുണ്ടാവും, അവിടെ ബന്ധുക്കളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പളന്റെ ദിവസം ഒന്ന് മയ്യത്ത് കൊണ്ട് ഏറ്റു. എന്നിട്ട് കൊണ്ടുപോയാണ് കൊടുക്ക് ഇവലെ ഈ തട്ടിക്കൂട്ടിയ പള്ളിക്ക്, മസ്ജിദുൽ ഉസ്ർ. അവിടേക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടിയ പള്ളിക്ക് കൊണ്ട് കൊണ്ടുപോകാൻ. പിന്നെ മയ്യത്തിന്റെ കാല് പിടിച്ചിട്ടൊരു വലിയാണ്, ഇങ്ങട്ട് അങ്ങട്ട് ഇങ്ങട്ട് അങ്ങട്ട്. ഈ സമുദായത്തിൽ ഇങ്ങനെ ദുരിതം ഉണ്ടാക്കണോ? മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴോ, നാട്ടിലിപ്പോ നിങ്ങളെല്ലാം ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഓലൊക്കെ ഉണ്ടാക്കി നമ്മളെ സുഹൃത്തിന് യാത്രാപ്പിനെ നിൽക്കേക്കും. അപ്പൊ ഒരു കാറിലൊരു ഭോജരാജാവിനെ ഇറക്കും. പള്ളിയിലെ മൊയ്ലിയറും സെക്രട്ടറി ഒന്നും അറിയില്ല. അതിന് മുമ്പ് പോയിട്ട് ഇയാള് ഇമാം വെക്കും. ഒന്നാൾ ഇവിടെ പട്ടാമ്പിയായിട്ട് നമ്മളെ കുറെ കുലാമന്തോളല്ലേ, കുലാമന്തോളം അടുത്തുള്ള ഒരു മുദരിസിനോട് പറഞ്ഞു, അയാളെ നാട്ടിലേക്ക് ഒരു ഫൈസി വന്നത്രേ. ഈ ഫൈസിക്ക് ഇപ്പൊ പരിപാടി ഒന്നുമില്ല, ഗൾഫിൽ നിന്ന് റിട്ടയർഡായി വന്നാ. മൂപ്പര പരിപാടി എവിടെയെങ്കിലും മരിച്ചോ എന്ന് ഫോൺ ചെയ്ത് എന്താ പരിപാടി കഴിഞ്ഞോ, കഴിഞ്ഞില്ലേ, റെഡിയാണോ, ഇതിനും കാത്തിക്ക തെക്കുമല. അവിടെ വന്നിട്ട് ഇങ്ങനെ കുലാദുറുബിൽ ഫലക്ക് ഓതിയപ്പോഴേക്ക് ആ മൂല്യര് ദ്വാരക്കൽ തുടങ്ങിയത്രേ വന്ന മൂല്യര്. നമ്മളെ മൂല്യര് കുലാദുറുബൽക്കും കുലാദുറബിനാസൊക്കെ ഓതിയിട്ട് രണ്ടാമത്തെ അയാളും പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണോ? കുറെ ജുമാ മഹലിനെ രണ്ടാക്കുന്ന ആളുകള്, കുറെ പ്രാർത്ഥന തൊഴിലാളികള്, കുറെ മരണം അന്വേഷിക്കുന്ന തൊഴിലാളികള്, കുറെ നിസ്കാര തൊഴിലാളികള്. ദീറ്റിങ്ങൾക്ക് തലയിക്കെട്ടും കെട്ടി വിട്ടാലൊന്നും ആലിമാവൂല. ഒരാലിമിന് ഉണ്ടായിരിക്കേണ്ട കുറെ ഗുണങ്ങളുണ്ട്. പ്രാർത്ഥനാ തൊഴിലാളികളൊക്കെ വിളിച്ചിട്ട് തലയിൽ കടലാസും ചുറ്റി വിട്ടാലേ ഒന്നും ആലിമാവൂല. ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ട് നടക്കുന്ന ജുമയാവൂല. മദ്ഹബിൽ ജുമാ സ്ഥാപിക്കാൻ ആവശ്യമായ ഷർത്തുകളുണ്ട്. അതൊന്നുമില്ല. അതാ കാണുന്നൊരു പള്ളി, പുറത്ത് നോക്കിയ വേറൊരു പള്ളി. ഇതിലേത് ജുമാ ശരിയാവുക? പൊന്മള ഫത്ത് വന്നല്ല. ഫത്ത് നിങ്ങൾ കണ്ടില്ലേ? ഫത്തുവിനെ പറ്റി പറഞ്ഞില്ലേ? ഷായദി പറഞ്ഞില്ലേ ഫത്തുവിനെ പറ്റി? ഫത്തുവ പറഞ്ഞിട്ടില്ല. മൂപ്പര് ഫത്തുവ ഇറക്കിക്കണത്രേ. ഷായദിന്റെ അടുത്തുണ്ടാ ഫത്തുവ മുഴുവനും. അതിങ്ങനെ പറഞ്ഞ് മയിലിനെ പറ്റി ഇങ്ങനെ കണ്ടപ്പോ പൊന്മളക്കൊരു സംശയം. ഒരു വൃത്തിയില്ലാത്ത കോയിനെ തിന്നാൻ പറ്റുമെങ്കിൽ ഭംഗിയുള്ള മയിലിനെ തിന്നൽ ബില്ലൗല പറ്റുന്ന മൂപ്പര മസാല. ഈ കാട്ടൊക്കെ പേര് നടക്കണ കോയി മണക്കുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വിടുന്ന കോഴി വണ്ടി പോയ 2 ദിവസത്തിന് മൂക്ക് ശരിയാവില്ല. അതൊക്കെ അറുത്ത് തിന്നാൻ പറ്റുമെങ്കിൽ ശരീരത്തിൽ പൊടി പോലുമില്ലാത്ത മയിലിനെ അറക്കൽ ബില്ലൗല പറ്റുന്നറു. എന്നിട്ടോ മൂപ്പര് മയിലിനെ അറുത്തിട്ട് തിന്നല് ജായിസാണ് പത്ത് കൊടുത്തു. ശ്രദ്ധിച്ചോളുണ്ട്. APക്കാരെവിടെയെങ്കിലും തെഹ്രീലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ജുമാ സ്ഥാപിച്ച ഉസ്താദ് പറഞ്ഞനുസരിച്ച് ആരെങ്കിലും മയിലർത്ത് ഫ്രൈ വെച്ചാലേ ഉറപ്പുള്ള ഇറച്ചിയാണ് കൂട്ടണ്ട. ഇങ്ങനെ ജഹാലത്ത് മാത്രം പറയാൻ വേണ്ടി അള്ളാഹു പടച്ചൊരു സാധനം. ഇതിന്റെ പിന്നിൽ കുറെ ആളുകൾ കൂടി നിസ്കരിക്കുകയോ നോമ്പൊലിക്കുകയോ ചെയ്താല് ശരിയാവും. നിങ്ങൾ മനസ്സിലാക്കി.
100 പ്രശ്നങ്ങളാണ് ഈ ഒരു മനുഷ്യനെ കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായത്. ഇയാൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്ന ആളല്ല. അയാൾ മശായിഖന്മാരെ വിമർശിക്കാൻ വേണ്ടി പുസ്തകം എഴുതിയ ആളാണ്. അയാൾ ബഹുമാനപ്പെട്ട കേശേരി മുഹമ്മദ് മുസ്ലിയാരെ രൂക്ഷമായി വിമർശിച്ച ആളാണ്. ശൈഖുന കന്യാൻ ഉസ്താദ് മൗലാന അവർ ശക്തമായി വിമർശിച്ച ആളാണ്. പറഞ്ഞ് മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അറബി അൽ മമ്പുറമി അബുൽ ഫളൽ സയ്യിദ് അറബി അൽ മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ പോലും കാമിലായ മുറബ്ബി ആയിരുന്നില്ല എന്ന് പ്രസംഗിക്കാൻ തൊലിക്കട്ടി കാണിച്ച ആളാണ്. ഇയാൾ പക്കാ ദയ്യൂബന്തിയ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് മരണത്തിന് ശേഷം മുറിഞ്ഞു പോകുമെന്ന് പ്രസംഗിക്കാൻ തൊലിക്കട്ടി കാണിച്ച മനുഷ്യനാണ്. ഇയാൾ ഇവിടെ അല്ല, ഇനി നിങ്ങൾ കുറച്ച് പൈസ കൊടുത്ത് ആ പീഡിയ റൂം പള്ളിയാക്കാൻ പറഞ്ഞ അതും ആക്കും. ഗതി കിട്ടാത്തൊരു മനുഷ്യൻ. അള്ളാഹു അയാളെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് ഇജാതി ആളുകളൊക്കെ സ്ഥാപിച്ച ജുമയായിട്ട് പോയാല് അവനവന്റെ കൽബ് കടുത്തു പോകുന്നു. സൂക്ഷിച്ചോളണം. പരിശുദ്ധ ദീനാണ്. ഇതിൽ ഓരോരുത്തർക്കും തോന്നിയത് പറയാനൊന്നും അവകാശമില്ല. ഓരോരുത്തരും തോന്നിയത് അള്ളാഹുവിന്റെ ദീനാഹി പറയുന്ന സാഹചര്യം വളരെ അപകടകരമാണ്. അതിനെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ SSF ആണെങ്കിലും നിങ്ങൾ ആ കൊടി പിടിച്ചോളി, SSF എന്ന് പറഞ്ഞോളി, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തൊരു വെള്ളിയാഴ്ച ഒരു 11:45 മെല്ലാണ് മുങ്ങിക്കാണ്ടി. ഏത് ഇവിടെ പറ്റൂല. ഇവിടെ ജുമാസ്കരിച്ചാൽ പിന്നെ നിങ്ങളെ ജുമ ശരിയാവില്ല. ഇനി തങ്ങളെ ആരെങ്കിലും കാണാതെ വന്ന നിങ്ങൾ പഴയ ആളല്ലേ ചോദിക്കരുതിട്ടു. ഐറ്റങ്ങൾ വന്ന് നിസ്കരിച്ചോട്ടെ. ഇനി അവിടേക്ക് പോകാൻ നിങ്ങൾക്ക് മാനക്കേട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാത്ത പള്ളിയല്ലാത്ത പഴയ പള്ളി ഉണ്ടാവും. ഇവിടെ ഏത് നാട്ടിൽ പോയാലും ജുമാ ബാത്തിലാക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കും. അതായത് ഹജ്ജിന് ആളുകൾ പോകുന്നില്ലേ, അത് 3 തരം ആൾക്കാർ പോകും. ഒരു കൂട്ടര് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിട്ട് പോയ ആളുകൾ വരും. അവരുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി തീരും. ചില ആളുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചിട്ട് ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. അവർ ആ ഹജ്ജിന്റെ ഇടയിൽ മരണപ്പെടും. വേറൊരു വലിയ വിഭാഗം ആളുകൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വിളിച്ചിട്ട് ഹജ്ജിന് പോണവരുണ്ട്. അവർ കഅബത്തിന്റെ കുരുത്തക്കേടും വാങ്ങി ഈമാൻ നശിച്ചു പോരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പോണതൊക്കെ കഅബത്തേക്കാണ്. ഇതേമാതിരി ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച അറിവില്ലായ്മയിൽ നിന്ന് രൂപാന്തരപ്പെട്ട ചില ആളുകളുണ്ട്. അവരെ വളരെ ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ ഇത്തരം നീക്കങ്ങളെ നമ്മൾ പ്രതിരോധിക്കണം. സംഘടനാപരമായി നിങ്ങൾക്ക് ഏത് രീതിയിലും ചിന്തിക്കാവുന്ന സ്വാതന്ത്ര്യമുണ്ട്. കോൺഗ്രസുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, CPM-കാരുണ്ട്, CMP-കാരുണ്ട്, അങ്ങനെ പലരുണ്ട്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, കേരളത്തിൽ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടായിരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാരായിരുന്നു? ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ്. ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് ഇന്ത്യൻ യൂണിയൻ ലീഗിൽ നിന്ന് പുറത്തായി. അദ്ദേഹത്തെ പുറത്താക്കി എന്ന് ലീഗുകാരും പുറത്തു പോയി എന്ന് സേട്ട് സാഹിബും പറഞ്ഞു. അയാളൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. ആ പ്രസ്ഥാനത്തിന്റെ പേരെന്താ? INL, ഇന്ത്യൻ നാഷണൽ ലീഗ്. CPM-ന്റെ ഏറ്റവും കാര്യമായ പോരാളിയായിരുന്നു MP രാഘവനും അതേപോലെ ഗൗരിയമ്മയും. MP രാഘവൻ CPM എന്ന് പുറത്താക്കി എന്ന് CPM-ഉം പുറത്തു പോയതാണെന്ന് രാഘവനും. എന്തായാലും രാഘവൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. അതിന്റെ പേരെന്താ? CMP. അതേപോലെ ഗൗരിയമ്മ വേറൊരു പാർട്ടി ഉണ്ടാക്കി. അതിന്റെ പേരെന്താ? JSS. കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജീവനാടിയായിരുന്നു ലീഡർ കരുണാകരൻ. അയാൾ പുറത്തു പോയപ്പോ ഒരു പാർട്ടി ഉണ്ടാക്കി. അതിന്റെ പേരെന്താ? അപ്പൊ പുറത്തു പോയ ആളുകളൊക്കെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോ അതിനൊരു പേരിട്ടിരുന്നു. തിരിഞ്ഞോ? ഗൗരിയമ്മ CPM എന്ന് പേരിട്ടില്ല, രാഘവൻ CPM എന്ന് പേരിട്ടില്ല, സേട്ടു സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പേരിട്ടില്ല. നമ്മളെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ പിരിഞ്ഞുപോയി. ഐറ്റിങ്ങൾ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. അതിനെന്തേലും പേരിട്ടുകണോ?
അതിന്റെ പേരെന്താ? സമസ്ത. നിങ്ങൾ പുറത്താക്കിയല്ലേ? ആണ്, എന്നാലും സമസ്ത. അല്ല, നിങ്ങൾ പുറത്താക്കിയല്ല, അത് ഞങ്ങൾ പുറത്തു പോകുന്നതാണ്. ഏതായാലും നിങ്ങൾ ഇല്ലല്ലോ, ഇല്ല. പിന്നെ നിങ്ങൾ പുതിയ പേരിട്ട് അതിന്റെ പേരെന്താ? സമസ്ത. എങ്ങനെ? നമ്മൾ പുറത്താക്കിയതാന്ന് നമ്മൾ പറയണു, പുറത്തു പോയതാന്ന് അവർ പറയണു. ഓക്കെ, രണ്ടായാലും സാധനം ഉള്ളിലുണ്ടോന്ന് എന്റെ ചോദ്യം. ഉണ്ടോ? അപ്പൊ എന്നാ പുറത്തു പോയ ആൾക്കാർ വേറെ പേരിടണ്ട? നിങ്ങളെ അഭിപ്രായം എന്താ? ശരിയാ, ഉൾപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ട പണിയതാ. പിന്നെ അതിന്റെ പേരും സമസ്ത. നിങ്ങൾ ഉള്ളിൽ നിന്നപ്പോ എന്റെ പേരെന്തേനു? സമസ്ത. നിങ്ങൾ പുറത്ത് പോകുന്നപ്പോ എന്റെ പേരെന്താ? സമസ്ത. അതെങ്ങനെ ഉണ്ടാവുക? നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഇപ്പൊ ഏകദേശം ഈ ടീമിന്റെ സംസ്കാരം മനസ്സിലായോ? അത്രയ്ക്ക് തന്റെ ഇടുണ്ടെങ്കിൽ സ്വതന്ത്രമായൊരു പേരിട്ട് പ്രവർത്തിക്കാനുള്ള ധൈര്യം കാട്ടണ്ടേ? എന്നിട്ട് ഭീകരമായ പ്രസംഗങ്ങളപ്പോ നടക്കണമൊക്കെ. ജനറൽ സെക്രട്ടറി ആയിരുന്ന, പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായതിനു ശേഷം, കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്തിന് ശേഷം വൈസ് പ്രസിഡന്റായിരുന്ന ഉള്ളാളം തങ്ങൾ പ്രസിഡന്റായി നാറിന്റെ പ്രസംഗിക്കണം. സംഭവം ശരിയാണ്, പക്ഷെ സ്ഥലം മാറിപ്പോയി. പ്രസിഡന്റായ സ്ഥലം മാറിപ്പോയി, മറ്റേ പ്രസിഡന്റ് സ്ഥലം മാറിപ്പോയി. ഞാൻ പറഞ്ഞൊരു മുഴത്തരുതായ ജുംലയാണ് ഇത് മറുപടി. ഏത്? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ മുഴത്തരുതായ ജുംല പറഞ്ഞാണ് എന്ത്? വൈസ് പ്രസിഡന്റ് ആയാലും ഉള്ളാളം തങ്ങൾ പ്രസിഡന്റ് ആയതിന്. അല്ലാതെ അതിനുശേഷം ആ പ്രസ്ഥാനത്തിൽ പ്രസിഡന്റ് ആയി എന്നല്ല പറഞ്ഞേ. ഈ തട്ടിപ്പ് പിൽക്കാലത്ത് നടത്താൻ വേണ്ടിയിട്ട് അപ്പോഴും പേര് മാറ്റാതിരിക്കണേ. ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കാൻ നിങ്ങളെ കൊണ്ടാവോ? തട്ടിപ്പോടല്ലാതെ സന്തോഷം കൊണ്ട് ചിരിക്കാനാവോ? കരച്ചിലും തട്ടിപ്പ്, ചിരിയും തട്ടിപ്പ്, മുടിയും തട്ടിപ്പ്, തലയും തട്ടിപ്പ്, പൊടിയും തട്ടിപ്പ്. എന്താ ചെയ്യാ? ഈ ആകത്തുകത്തിനെല്ലാം കൂടി ഇടാൻ പറ്റിയൊരു പേര് തട്ടിപ്പ് എന്നത് പൂർത്തിയാവില്ല. മലയാള നിഘണ്ടുവിലില്ലാന്ന് തോന്നുന്നുണ്ട്, കണ്ടെത്തണം. ഒരുപക്ഷെ തട്ടിപ്പിന്റെ ഏറ്റവും ശക്തമായ ഒരു പര്യായപദമായി എങ്ങനെ സർ തോമസ് മൂർ പണ്ട് ഉട്ടോപ്പിയ എന്നൊരു നോവൽ എഴുതി. എല്ലാവരും തത്തുല്യമായ രീതിയിൽ ജീവിക്കുന്ന, ആർക്കും യാതൊരുവിധ സങ്കടങ്ങളും ഇല്ലാത്ത ഒരു കമ്മ്യൂൺ, പ്രാചീന കമ്മ്യൂണിനെ കുറിച്ച് സാങ്കല്പികമായി സർ തോമസ് മൂർ എഴുതിയ ഒരു നോവലിന്റെ പേരാണ് ഉട്ടോപ്പിയ. ഇപ്പൊ നടക്കാത്ത ചിന്തകളുടെ പേരെന്തായിട്ടുണ്ട്? അതൊരു ഉട്ടോപ്പിയൻ ചിന്തയാണ് നമ്മൾ പറയും, അല്ലേ? ഇതേപോലെ കുറച്ചു കാലം കഴിയുമ്പം ഇന്റർനാഷണൽ തട്ടിപ്പിന്റെ പേരെന്തേക്കും? പറഞ്ഞോളി. കാന്തപുരന്നോ? ശരിക്കും പദാർത്ഥത്തിൽ നിന്നാണ് പദം ഉണ്ടാകുന്നുള്ള മാക്സിമം സിദ്ധാന്തം ചിലപ്പോൾ ശരിയാന്ന് പറയേണ്ടി വരും. പദാർത്ഥത്തിൽ നിന്നാണ് പദമുണ്ടാകുന്നത്. മാക്സിന്റെ ചിന്ത അങ്ങനെയാണ്. എംഗൽസോ ആവിഷ്കരിച്ചതാണ്. പദാർത്ഥത്തിൽ നിന്ന് പദമുണ്ടായി എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഈ പറയപ്പെട്ട പദാർത്ഥത്തിൽ നിന്നാണ് പദമുണ്ടായതെങ്കിൽ തട്ടിപ്പ് എന്ന വാക്കിന്റെ ഏറ്റവും യോജിച്ചൊരു പദം അതെന്തായിരിക്കും? നിങ്ങളുടെപ്പല്ലേ എന്തായിരിക്കും എന്നാ പറഞ്ഞോളി? കാന്തപുരം. എല്ലായിടത്തും ഈ ഫിത്തന. മരിച്ചെടുത്ത് പോവാണെങ്കിൽ നമ്മളെല്ലാവരും യാസീൻ ഓതി കഴിഞ്ഞതിന് ഒരു മൗലിക ദ്വാരക്കൽ തുടങ്ങും. ഇനിയിപ്പോ ഈ മൗലിയുടെ ദ്വാരണൊക്കെ ആമീൻ പറയാനോ വേണ്ടി യാസീൻ പൂർത്തിയാക്കാനോ വേണ്ടി ആരാണ്ട് കുടുങ്ങും, അല്ലേ? അതിന്റെ കാരണം എന്താ അറിയോ? യഥാർത്ഥത്തിൽ യാസീൻ കഴിഞ്ഞാൽ അവിടെ ആരും ദ്വാരക്കാൻ പറയില്ല. യഥാർത്ഥത്തിൽ യാസീനൊക്കെ കഴിഞ്ഞ് മര്യാദയ്ക്കാണെങ്കിൽ അവിടെ എന്ത് പറയും? പിന്നെ മാന്യന്മാർക്ക് യോജിച്ചതല്ലല്ലോ ഉണ്ടാക്കണമെന്ന് പറയലേ. അപ്പൊ അങ്ങനെ ആമീൻ ആമീൻ യാസീൻ പൂർത്തിയാക്കാനോ വേണ്ടി മൗലിയർ ആമീൻ പറയാനോ വേണ്ടി ഇങ്ങനെ ജനങ്ങൾ കുടുങ്ങും. എവിടെ തീറ്റുകൾ വന്നിട്ടുണ്ട് അവിടെ ഒരു ഫിത്തന ഉണ്ടാവും. ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇരുൾ വന്നിട്ടുണ്ട് അവിടെ ഫിത്തനേക്കും. മദ്രസിൽ വന്നിട്ട് അത് ഫിത്തനേക്കും. ഒരു കാര്യം ഉറപ്പോട്ടോ, നിങ്ങളെ പള്ളി ഉണ്ടാക്കിയതൊക്കെ പാടെ ഓരോരുത്തർ മറയതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മര്യാദയ്ക്കില്ല. അങ്ങനൊരു ഗുണമുണ്ട്. ബിനിസ്ബത്തി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മഹല്യാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുണ. എന്താ വെച്ചാൽ ഇറ്റിങ്ങളൊക്കെ പാടെ ഒച്ചപ്പിടി ഉണ്ടാക്കണമൊക്കെ കുട്ടികളെ ഓരോരുത്തർ മറയുന്ന സുഖമാണല്ലോ. ഇതേമാതിരി ഫിത്തിനൊക്കെ പാടെ ഓരോരുത്തർ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അത്തരം പള്ളികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. തിരിഞ്ഞല്ലോ, ഇനി ധൈര്യമായിട്ട് പ്രസംഗിക്കുക, ധൈര്യമായിട്ട് നിസ്കരിക്കുക, ധൈര്യമായിട്ട് പള്ളിയിൽ പോവാ, ആരും ശല്യപ്പെടുത്തൂല. അതേസമയം അതിൽ പോയ സാധാരണക്കാരെ പറ്റിയാണ് ഞാൻ പറയണേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മരിച്ചോളം ചുമ സൊഹിയാവൂല. ഇങ്ങനെ നേതാവിനെ സ്വീകരിച്ച അങ്ങനെ ഗുണമുണ്ട്. യൗമ യഗുള്ളുല്ലാലിമു അലാ യദൈഹി. മശ്റഅവൻ സബികളൊരു മനുഷ്യൻ അയാളെ രണ്ട് വിരലും കടിച്ചിട്ട് ഇങ്ങനെ ദുഃഖിച്ചിട്ടൊരു പറച്ചിൽ പറയുന്നുണ്ട്, യാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല.
എനിക്കെത്ര നന്നാകിരുന്നു, ഫുലാനെ ഞാൻ നേതാവാക്കാതിരുന്നെങ്കിൽ എത്ര നന്നാകിരുന്നു എന്ന് പറയുന്നൊരു ദിവസമുണ്ട്. നേതൃത്വത്തിനെ നേതാവാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറെ മര്യാദകൾ പഠിക്കേണ്ടത്. ഇനി എവിടൊക്കെ എന്തൊക്കെ ആകത്തുക പറഞ്ഞാൽ അല്ലാഹു അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്ന മുത്തുനബിയെ ഇത്തിബാഅ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരോടല്ല സംവദിക്കുന്നത്, ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരോടാണ്. സയ്യിദുന അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ നാവിനാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല നബി നമ്മളോട് ആവശ്യപ്പെട്ടത് കുനൂ ഇബാദല്ലാഹി ഇഖ്വാന, എന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരന്മാരാകൂ എന്നാണ് അല്ലാഹു ആവശ്യപ്പെട്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഇഖ്വാനുകളാകൂ, സഹോദരന്മാരാകൂ എന്നാണ്. നമ്മളെ ഇടയിൽ പിളർപ്പുണ്ടാക്കുന്നവരല്ല മുഅ്മിനിന്റെ ജോലി. മുഅ്മിനീങ്ങളുടെ ജുമാ രണ്ടാക്കലല്ല, മുഅ്മിനീങ്ങളുടെ സാഹോദര്യം ഇല്ലാതാക്കലല്ല, അവരുടെ ജീവിതത്തിൽ ഫിത്നയുണ്ടാക്കലല്ല, അവരുടെ ഗ്രാമങ്ങളിൽ അശാന്തി ഉണ്ടാക്കലല്ല, അവരുടെ വീടുകളിൽ അശാന്തി ഉണ്ടാക്കലല്ല, അവരുടെ മരണസ്ഥലത്തും നിക്കാഹിലും അശാന്തി ഉണ്ടാക്കലല്ല യഥാർത്ഥത്തിലുള്ള പണ്ഡിത ധർമ്മമെന്നും മുസ്ലിം ഉമ്മത്തിന്റെ ധർമ്മമെന്നും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ഇത്തരം പിളർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന വിഭജനം മാത്രമാണ് ജീവിതമെന്ന് മനസ്സിലാക്കിയ ചില മനുഷ്യന്മാരുണ്ട്. അവരുണ്ടാക്കി തീർക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. സയ്യിദുന അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹദീസിൽ അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഫضലുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ പറയാൻ, മഹ്ശറാവൻ സഭയിൽ നഗ്നപാതരായി വസ്ത്രം ധരിക്കാത്തവരായി ഹിസാബ് നേരിട്ടിരിക്കുന്ന സമയം അല്ലാഹുവിന്റെ ജാനിബിൽ നിന്നൊരു ചോദ്യം വരും, ഐനൽ മുതഹബ്ബീന ഫിയ, എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, നിങ്ങളുടെ തറവാടിൽ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, നിങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം ഒന്നാണോ രണ്ടാണോ എന്ന് നോക്കിയിട്ടല്ല, സാമ്പത്തിക ഏറ്റവ്യത്യാസങ്ങളുള്ള തറവാടിത്വവും നോക്കിയിട്ടല്ല. മുഅ്മിനീങ്ങൾ സ്നേഹിക്കേണ്ടത് ഈമാനിന്റെ പേരിലാണ്, ഈമാനിന്റെ പേരിലാണ്, വിശ്വാസത്തിന്റെ പേരിലാണ്, തഖ്വയുടെ പേരിലാണ്. ഒരേ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച മനുഷ്യന്മാർ, ഒരേ രീതിയിൽ സംസാരിച്ച മനുഷ്യന്മാർ, ഒരേപോലെ സുജൂദ് ചെയ്യുന്ന മനുഷ്യന്മാർ, ഇവർക്കിടയിൽ പിളർപ്പുണ്ടാക്കാൻ പരിശ്രമിക്കുന്നവരല്ല യഥാർത്ഥത്തിലെ പണ്ഡിതന്മാർ. അള്ളാഹുവിന്റെ ജാനിബിൽ നിന്ന് മഹ്ശറാവൻ സഭയിൽ ഒരു ചോദ്യം വരുന്നുണ്ട്, ഐനൽ മുതഹബ്ബീന ഫിയ, എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? അങ്ങനെ ഭയാനകമായ അനിശ്ചിതമായ മഹ്ശറാവൻ സഭയിൽ അവർക്കെല്ലാവർക്കും അള്ളാഹു നൽകുന്ന സ്വീകരണം അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പൊൻചമ്പകപ്പൊൻ ചിന്തനയ്ക്ക് മുസ്തുനബി പ്രവചിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അവർക്കല്ലാഹു പ്രകാശത്തിന്റെ മനോഹരമായൊരു മിമ്പറിനെ നൽകപ്പെടുന്നതാണ്. കാലിൽ ചെരുപ്പില്ലാതെ മറ്റുള്ളവർ കഷ്ടപ്പെടുമ്പോൾ, വയർപ്പിൽ മുങ്ങി മറ്റുള്ളവർ നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ, എന്തായിരിക്കും അന്തിമ വിധിയെന്നറിയാതെ വിഷമിക്കുമ്പോൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനോഹരമായ പ്രകാശത്തിനാലുള്ളൊരു മിമ്പർ നൽകപ്പെടുമെന്നും അവരിൽ അതിൽ ഇരിക്കുമെന്നും സന്തോഷിക്കുമെന്നും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പിളർപ്പുണ്ടാക്കുന്ന പണ്ഡിതന്മാരുടെ മനോഹരമായ ശബ്ദങ്ങൾ നിരക്കാനുള്ളതാണ്, എന്റെയും ചലനവും നിരക്കാനുള്ളതാണ്, നമ്മളുടെ വാശിയും മറ്റുള്ള പ്രശ്നങ്ങളും അവസാനിക്കാനുള്ളതാണ്, പേരും പ്രസിദ്ധിയും തീരാനുള്ളതാണ്. ധരിക്കാനൊരു വസ്ത്രം പോലുമില്ലാതെ മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂടുമ്പോ ഈമാനിന്റെ പേരിലുള്ള മഹബ്ബത്തിന്റെ പേരിൽ സ്വീകരണം നൽകപ്പെടാൻ നിനക്ക് മോഹമുണ്ടോ?
അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പരസ്പരം പരിചയപ്പെടുത്തിയത് അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവന്റെ ദുഃഖത്തിൽ പങ്കെടുക്കുകയും അവന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടവരാണ്. നിങ്ങളൊക്കെ ദുആക്ക് ഏറ്റവും ഇജാബത്തുള്ള സമയമാണ് തഹജ്ജുദിന് ശേഷമുള്ള ദുആ. അവിടെ സ്വന്തം ഹാജത്തുകൾ പൂർത്തിയാകാൻ ഒരു മനുഷ്യൻ ദുആ ചെയ്യേണ്ടത് എങ്ങനെ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുവേ എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്ത്രീ പുരുഷന്മാർക്കും നീ പൊറുക്കണേ എന്നാണ്. ദുആക്ക് ഇജാബത്തുണ്ടാകുന്ന സമയപ്പെടാ തന്റെ സഹോദരൻ അദൃശ്യനാകുമ്പോൾ അവന് വേണ്ടി ദുആ ചെയ്യുന്ന ദുആ ഫി ലഹ്റിൽ ഗൈബ്. ലഹ്റുൽ ഗൈബിൽ നമ്മളൊരു സഹോദരൻ, ഒരു സ്നേഹിതൻ, ഒരു മുഅ്മിനായ സഹോദരൻ കുറെ അകലെ നിൽക്കുകയാണ്. നമ്മൾ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നമ്മളെ ദുആക്ക് ആമീൻ പറയാൻ വരിക അംലാക്കുകളായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഉഖുവത്തുൽ ഇസ്ലാമിയ, മുസ്ലിം സാഹോദര്യം, അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമ്മളെ നാട്ടിലത് നിലനിർത്തണം. മസലാപരമായി ഒരു മുസ്ലിമിനെ ആക്രമിക്കൽ ഹലാലാന്ന് വിശ്വസിക്കുന്നതിന്റെ വിധി എന്താ? ഒരു മുസ്ലിമായ മനുഷ്യനെ കൊല്ലൽ ഹലാലാന്ന് വിശ്വസിക്കുന്നതിന്റെ വിധി എന്താ? സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം, രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം യുദ്ധം ചെയ്താൽ എന്നിട്ടോ അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും നരകത്തിലാ. സഹാബത്ത് പറഞ്ഞു, നബിയേ, അൽ ഖാതിലു കൊല്ലപ്പെട്ടവൻ നരകത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ കൊന്നവൻ നരകത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ടവൻ എങ്ങനെ നരകത്തിൽ പോകാനാണ്? അവന് മറ്റൊരുത്തൻ കൊന്നതല്ലേ, അവൻ ആരെയും കൊന്നിട്ടില്ലല്ലോ. കൊലപാതകം നടത്തിയവൻ നരകത്തിലാണ്, കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ സഹാബികൾ മുത്തുനബിയോട് ചോദിക്കുകയാണ്, കൊന്നവൻ നരകത്തിലാണ്, കൊലപാതകി നരകത്തിലാണെന്ന് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിലാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കാന യർഹബു ഫീ ഖത്ലി അഖീഹി, അവൻ തന്റെ സഹോദരനെ വധിക്കാൻ മോഹിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഇവനാണ് കൊല്ലപ്പെട്ടതെന്നേ ഉള്ളൂ. അവന്റെ ലക്ഷ്യമൊരു മുസ്ലിമിനെ വധിക്കലായിരുന്നു. ചിന്തിച്ചു നിങ്ങൾ. ഈ സംഘടനാ ബന്ധങ്ങളുടെയും കൊടിയടയാളങ്ങളുടെയും അപ്പുറത്ത് ഇവരെ തീർത്ത സംഘടനാ തിട്ടൂരങ്ങൾക്കപ്പുറത്ത് ഈ പണ്ഡിതന്മാർ നിന്നോട് പ്രസംഗിക്കുന്ന കൊടിയടയാളങ്ങൾക്കുമപ്പുറത്ത് അവരിൽ എഴുന്നള്ളിക്കുന്ന മനുഷ്യദൈവങ്ങളുടെ രൂപം പൂണ്ട ഭൗതികതയുടെ അത്യാത്മൂത്ത പണ്ഡിതക്കോലങ്ങൾക്കുമപ്പുറത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായൊരു കലിമയുടെ പേരിൽ നീ മറ്റുള്ള മുഅ്മിനീങ്ങളെ സ്നേഹിക്കേണ്ടവനല്ലേ? ഈ കലിമക്കൊരു വിലയില്ലേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമക്കൊരു വിലയില്ലേ? ഇതിന്റെ പേരിൽ ആരും ഇവിടെ ബഹുമാനിക്കപ്പെടാൻ പാടില്ലെന്നുണ്ടോ? ഇതിന്റെ പേരിൽ ആദരിക്കപ്പെടേണ്ടതല്ലേ? ഇതിന്റെ പേരിൽ ബഹുമാനിക്കപ്പെടേണ്ടതല്ലേ? ഇതിന്റെ പേരിൽ സ്നേഹിക്കപ്പെടേണ്ടതല്ലേ? ഇതിന്റെ പേരിൽ സാഹോദര്യമുണ്ടാവേണ്ടതല്ലേ? ഇതിന്റെ പേര് ശത്രുത ഉണ്ടാക്കല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എവിടേക്ക് എത്രമാത്രം അപകടകരമായ ഒരു ലോകത്തേക്കാണ് ഇവർ നിങ്ങളെ പിടിച്ചു ഭരിക്കുന്നത്. ഇവർ നിങ്ങളെ ജുമാ രണ്ടാക്കി, നിങ്ങളെ മനസ്സിനെ രണ്ടാക്കി, നിങ്ങളെ ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളെ പരസ്പരം തമ്മിലടിക്കുന്നവരാക്കി, ഒരു മരിച്ച മയ്യത്തിന്റെ മേൽ ആത്മാർത്ഥമായി നിസ്കരിക്കാൻ കഴിയാത്തവരാക്കി, ആത്മാർത്ഥമായി സ്വലാത്ത് ചെല്ലാൻ കഴിയാത്തവരാക്കി, ആത്മാർത്ഥമായി പരസ്പരം വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവരാക്കി, നമുക്കിടയിൽ അദൃശ്യമായ വിഭജനത്തിന്റെ വൻമതിലുകൾ തീർത്തവർ. അവർ ആഖിറത്തിലും പ്രശ്നം തന്നെയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈമാനിന്റെ പേരിൽ സ്നേഹിക്കുക,
നമുക്ക് ഒറ്റ മുദ്രാവാക്യമുള്ളൂ, കൂനു ഇബാദല്ലാഹി ഇഖ്വാന. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ അവിടുന്ന് ദുആ ചെയ്തത് അങ്ങനെ. അപ്പൊ അങ്ങനെ നടക്കും. പടച്ചോനെ ഓല അങ്ങനെ ആക്കണേ, ഓല എങ്ങനെ ആക്കണേ, ഓല മറ്റേതാക്കണേ, അവരെ നശിപ്പിക്കണേ, ഞങ്ങളെ സംഘടനയ്ക്കെതിരായി വരുന്നവരെ ഇല്ലാതാക്കണേ എന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കണേക്കാം. ഈ ദുആ എന്ന് പറഞ്ഞ സാധനം എന്തായിട്ടേക്ക് തിരിയോ? എന്നാലും മൊയ്ലിയരെ ദുആ എന്തായാലും അല്ലാഹുമ്മ ജഅൽ തദ്ബീറഹും തദ്മീറ. അഖിലേന്ത്യാ സെക്രട്ടറിന്റെ ദുആണ്. അയാൾ അങ്ങനെ ദ്വാരക്കാൻ പാടുള്ളൂ. എന്താ? അവരെ നശിപ്പിക്കണേ, അവരെ ഇല്ലായ്മ ചെയ്യണേ, അവന്റെ എന്താ പറയാ നോളജ് സിറ്റി അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അവരെ തകർക്കണേ. ആരദ്വാ? അഖിലേന്ത്യാ സെക്രട്ടറിന്റെ ദ്വാ. ഓക്കെ, ആ ദ്വാക്കൊക്കെ ആമീൻ പറഞ്ഞോളൂ കേട്ടോ. ഇനി ഞാനൊരു ഹദീസ് പറഞ്ഞുതരാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യംബഗി ലിമുഅ്മിനിൻ അൻ യകൂന ലആന. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിനിന് മറ്റൊരാളെ ശപിക്കുന്നവനാകാൻ കഴിയില്ല. ഇപ്പൊ സ്വന്തം ദുആയിലൂടെ നിങ്ങൾ ആരാന്നാ ബോധിപ്പിക്കണത്? മനസ്സിലാണ്ടോ? ആ കഥ നിങ്ങൾക്ക് അറിയില്ല. തെരുമീറിന്റെ കഥ. ഇയാൾ പോയിട്ടൊരു പരിസ്ഥിതി ദുർബല പ്രദേശമുണ്ട്, നമ്മുടെ അടിവാരം ചുരത്തിന്റെ താഴെ. അവിടെ പോയിട്ട് മൂപ്പരൊരു പ്രോജക്ട് പ്രഖ്യാപിച്ചു, നോളജ് സിറ്റി. ഞാൻ പറഞ്ഞു, അത് പഴയ കാലത്ത് അന്ന് ഇറക്കിയ സമയത്ത് എറണാകുളം കേന്ദ്രീകരിച്ചൊരു ആപ്പിൾ എയുടെ തട്ടിപ്പുണ്ടായിരുന്നു അല്ലെ? അതിന്റെ ഒരു ഭാഗമാണ് ഉസ്താദങ്ങൾക്ക് ഇഞ്ഞും തിരിഞ്ഞിട്ടില്ലെങ്കിൽ തിരിയാൻ പാടില്ല. എന്താ? ഒന്ന്, ആട് തെക്കും വഞ്ചിയോ കൃഷി തുടങ്ങി. അത് പൊട്ടി. ആര് പൊട്ടി? നാട്ടുകാർ. ഏപ്പിയോ വണ്ടി ഒന്ന് നന്നാക്കി. അത് കഴിഞ്ഞിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കി. ദേവഗൌഡ പ്രധാനമന്ത്രി തറക്കല്ലിട്ട്. അല്ലോ ഞാനന്ന് വളണ്ടിയറായിരുന്നു. സ്റ്റേജില് നിങ്ങളെന്താ പറയുന്നത്? 19-20 വയസ്സൊക്കെ ആകുമ്പോ കോളേജില് പിന്നെ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോ ഇങ്ങനെ ഒരു വളണ്ടിയറായിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞൊരു വെയിറ്റ് അല്ലേന്ന്. അന്നത്തെ ആ ബാഡ്ജ് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. എക്സിക്യൂട്ടീവ്, ഒരു മഞ്ഞ കളറില്. മനസ്സിലാണ്ടോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, 100 ബെഡുള്ളത്. സാധാരണക്കാർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ കൊടുക്കാൻ വേണ്ടി ഉസ്താദ് ഉണ്ടാക്കിയ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ എവിടെ? അത് പോയി, അത് പൊട്ടി. അതെവിടെ ഉണ്ടാക്കിയെന്നും കൂടി ആർക്കും അറിയില്ല. പക്ഷേ ഹോസ്പിറ്റൽ പൊട്ടിയെങ്കിലും കാന്തപുരം പുതിയ ഇസുസു വാങ്ങി. സംഗമം പുരോഗമിക്കുകയാണ്. പിന്നെ താമരശ്ശേരിയിൽ ഭൂമി വാങ്ങി, കോണാട്ട് പ്ലേസിൽ ഭൂമി വാങ്ങി. കാന്തപുരം രക്ഷപ്പെട്ടു. ഹോസ്പിറ്റലോ? അതിപ്പോ ആശുപത്രി പോകാനുള്ള ആൾക്കാരൊക്കെ ഇനിയിപ്പോ ആശുപത്രി പോകണ്ട, തങ്ങളെ സ്ഥലത്ത് പോയി വരണാ മതിയായിരുന്നു മൂപ്പര്. ഏതങ്ങളെ? ഖലീൽ തങ്ങൾ. മൂപ്പർക്ക് ചെറിയ വരുമാനമായിക്കോട്ടെ, ഒപ്പം കൊണ്ടുനടക്കണല്ലേ. കൺസൾട്ടിംഗ് ഫീക്ക് പകരം മയദിനിക്ക് സംഭാവനയും കൊടുത്താൽ മതി, രോഗം മാറിയല്ലോ. അത് പൊട്ടി. അപ്പൊ മൂപ്പർക്ക് തോന്നുന്നുണ്ട് പച്ച പിടിക്കേണ്ടിട്ടോ സംഭവം. ഉടനെ വന്നു മെഡിക്കൽ കോളേജ്. വലിയ വർത്താനല്ലേ പറയുള്ളൂ, ചെറുതൊന്നും പറയില്ലോ. കോടികളെ വർത്താനേ പറയുള്ളൂ. ഇപ്പൊ നാട്ടിലൊക്കെ കോടിന്റെ വർത്താനാണ്, കോടികളെ വർത്താനേ പറയുള്ളൂ. ഏതായാലും മെഡിക്കൽ കോളേജ് വന്നു, മാള കമാലിയ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് എവിടെയാണെന്നറിയില്ല, അത് പൊട്ടി. എപിക്ക് എന്തെങ്കിലും പറ്റിയോ? ഓരോരുത്തരിപ്പോ ഇടക്കിടക്ക് കുതിരട്ടത്ത് സൂചിയൊക്കെയാണ്. അങ്ങനെ 50 ലക്ഷം 1 കോടിയൊക്കെ പോയാലാണ്. മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെവിടെ വന്ന് പള്ളി ഉദ്ഘാടനം ചെയ്ത മൊയ്ലിയര് ചെയർമാനായിട്ട് ഇത് സുന്നി സിമന്റ് ഉണ്ടാക്കി. ഇമാമ് ഇവിടെ ജുമാ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളാണ്. സുന്നി സിമന്റ്. എന്നിട്ടോ ക്രസന്റ് സിമന്റ് പൊട്ടി. സിമന്റ് കമ്പനി പൂട്ടി. പക്ഷെ പൊന്മള പൂട്ടിയോ? ഇല്ല. ഒരു മാരുതി 800 കാറ് വാങ്ങാനൂടി കഴിവില്ലാത്ത മൂപ്പര് എത്ര ഗൾഫിന്റെ കാറാ വാങ്ങി? അതും പൂട്ടി. പിന്നെ മർക്കസിന് സ്ഥിര വരുമാനം എന്ന പേരിൽ വയനാട്ടിൽ ഭൂമി വാങ്ങി, അതും പൊട്ടി. ഇപ്പോഴും സ്ഥിര വരുമാനമില്ല. അഞ്ചരക്കണ്ടിയിൽ ഭൂമി വാങ്ങി, അതും പൊട്ടി. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളി കോഴിക്കോട്ടങ്ങാടിയിൽ പറഞ്ഞിട്ട്
മുത്തുനബിയുടെ മുടിയിട്ട വെള്ളം എന്ന് പറഞ്ഞ് ടാങ്കർ ലോറിയിൽ വെള്ളം വിതരണം ചെയ്തൊരു കാലുണ്ട് വരെ. കാന്തപുരത്ത് നിന്ന് ഒരു ടാങ്കർ ലോറി വരികയാണ് കാരന്തൂറിന്, ഫുള്ള് വെള്ളം. എന്നിട്ട് ഓരോ യൂണിറ്റിൽ ഇങ്ങനെ ഇറക്കിയിട്ട് കന്നാസൈറ്റ് വരിക സക്കാഫികള്. അങ്ങനെ വെള്ളം വിറ്റുണ്ടാക്കിയൊരു കാര്യമുണ്ട്, അതും പൊട്ടി. അപ്പൊ ഇങ്ങനെ ഇത്ര സംഭവങ്ങളൊക്കെ നടത്തിയ ഒരാളായതുകൊണ്ട് മൂപ്പര് മുടി കൊണ്ടുവന്നപ്പോ നമുക്ക് സംശയം ഉണ്ടായത്. നിങ്ങളിപ്പോ എന്താ, നിങ്ങളെ നാട്ടില് കള്ളനേട്ട് കേസിലൊരു പ്രതി വെച്ചോളി, അയാളുടെ അടുത്ത് നിന്ന് പോലീസ് വന്ന് ആയിരക്കണക്കിന് ഉറുപ്പിന്റെ കള്ളനോട്ട് പിടിച്ചു. ഇവനെ കൊണ്ടുപോയി പോലീസ് പിടിച്ച് കള്ളനോട്ടോട് കൂടി പിടിച്ച് റിമാൻഡ് ചെയ്തു. ജാമ്യക്കെടുത്ത് വന്നപ്പോ മൂപ്പരെ കൂടി ഒറിജിനൽ നോട്ടുണ്ടായിരുന്നു. ഈ നോട്ടേറ്റ് പീടിയിൽ വന്ന എന്തായിരിക്കും സ്ഥിതി? എന്താ സ്ഥിതി നിങ്ങളറി? പീഡിയക്കാരൊക്കെ ഇങ്ങനെ നോക്കും, വലിച്ചു നീട്ടി ഇങ്ങനെ നോക്കും. ഇതേപോലെ ഇന്റർനാഷണൽ തട്ടിപ്പുകൾ 1000 നടത്തിയ ഒരാൾ വന്നിട്ട് പറയാണ് ഇത് ജിബിരിയിൽ വന്നതാന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുമോ? ഈ മുടിയിൽ പറഞ്ഞപ്പോക്ക് നമ്മള് ഒരു ശ്വാസത്തിൽ തന്നെ സനതുണ്ടോ, നേരുണ്ടോ, കത്തോ, എറുമ്പരിച്ചു വെച്ചെന്തോണ്ടാ? കള്ളനോട്ടേനെ മറക്കണ്ട. ഗാന്ധി തലണ്ടോ, ചിഹ്നുണ്ടോ, റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ടിട്ടുണ്ടോ നോക്കൂലേ? ഇത്തരം ആ 100 കണക്കിന് തട്ടിപ്പുകൾ നടത്തിയ ഒരാളായതുകൊണ്ടാണത്. അപ്പൊ ചുരുക്കം ഇങ്ങനെ ഈ ലെവലിലുള്ള പരിപാടികളൊക്കെ പൊട്ടിച്ചു. ഈ നോവൽ സിറ്റി എന്ന പേരിൽ ഒരു സംഭവം ഉണ്ടായി. അത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശത്താണെന്ന് കേട്ടപ്പോ പരിസ്ഥിതി പ്രവർത്തകരാരോ കോടതിയിൽ പോയി ഹരിത ട്രൈബ്യൂണൽ അത് സ്റ്റേ ചെയ്തു. അന്ന് ശൈഖുനാന്റെ ദുആയാണിത്. എങ്ങനെ? അല്ലാഹുമ്മ ജഅൽ തദ്ബീറഹും തദ്മീറ. അതിന്റെ തെർക്കീബുമാനൊക്കെ മൂപ്പരനെ വെക്കണം. എന്നിട്ട് ഭയങ്കര രീതിയിലുള്ള ദുആ, ഇന്റർനാഷണൽ ദുആ. നാളെ ഇവിടെ വരാൻ പോണെന്താ വെച്ചാൽ ഞങ്ങളെ പള്ളിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, അവരെ തകർക്കണേ റബ്ബേ. ഈ 10 സാധുക്കൾ ജുമാക്ക് വെച്ചാത്തോ ദുആ സ്വീകരിക്കാനാ? 3 വെള്ളിയാഴ്ച ആയി പോയ സംഭവം നടക്കൂലട്ടോ. പക്ക ജുമാന്റെ സർക്കൊക്കാത്ത പള്ളിയിൽ പോയിട്ട് ജുമാസ്കരിക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ എന്താ നടക്കണോ? ഒരു കാക്ക മൂപ്പര വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ മൂപ്പര് ശത്രു ഉണ്ടായിരുന്നു. ആ മൂപ്പര് പറഞ്ഞു, അല്ലാ ഏൽപ്പിക്കാറതുമായിട്ടോ മറക്കരുതേ, എനിക്കെന്തായാലും അയാൾ ശത്രുവാണ്, അയാളെ നേരെ തിരിഞ്ഞ് സ്കെച്ചാൻ കഴിയുന്നുണ്ട്, ഞാൻ കേക്കോട്ടാൻ സ്കെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെന്ത് യുക്തിയാണില്ല? ഞങ്ങൾക്ക് എന്തായാലും ആ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റില്ലാണ്, ജുമാ പോയാലും മതി ഞങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നത്. നല്ല കാര്യമാണ്, ജുമാ ഒഴിവാക്കിയ ദുഹർ കരിച്ചോളി. സത്യസന്ധരായ ആളുകളെ കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഇതിന് ആകത്തുക പരിശോധിച്ചാൽ വിശ്വാസപരമായും അപകടമാണ്, കർമ്മശാസ്ത്രപരമായും അപകടമാണ്, മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുള്ള ഐക്യം തകർക്കുകയാണ്. കച്ചവടത്തിൽ പോലും പ്രശ്നമായിക്കൊണ്ട്, കല്യാണത്തിന് പ്രശ്നമാണ്. അപ്പൊ നമ്മളൊന്നും കണ്ടാൽ പലരും മുണ്ടൂല. എന്താ മുണ്ടാത്തത്? ഈമാൻ കാര്യം 6ലും നമുക്ക് വിശ്വാസമുണ്ട്, ഇസ്ലാം കാര്യം 5ലും വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പൊ എന്താ നമ്മളും നിങ്ങളും തമ്മിൽ വ്യത്യാസം? പറഞ്ഞോളി. കിട്ടണില്ലേ? അൻ തുഅ്മിന ബി എപി. ഈമാൻ കാര്യത്തിലൊരു 7ാമത്തെ വന്നിട്ടുണ്ട്. അതെന്താ? അൻ തുഅ്മിന ബി എപി. അതിൽ മാത്രമേ നമുക്ക് കുറവുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിങ്ങളും നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? ഇനി ഇയാൾ ഈ തട്ടിപ്പൊക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പൈസ കൊടുങ്ങുമ്പോൾ ഓരോരുത്തർ പോരും. ഭയങ്കരമായൊരു തട്ടിപ്പ്. ഇനി അവിടെ മാത്രമല്ല, എവിടൊക്കെ നടന്നിട്ടുണ്ടോ സാമ്പത്തിക തിരിമറികളല്ല അതിന്റെ പിന്നിലൊരു ലക്ഷ്യമില്ല. അതിന് ഇവിടുത്തേക്ക് മനസ്സിലാകാൻ പോണേ ഉള്ളൂ. പല പള്ളിയിൽ പോണ ആൾക്കാർ എഴുതി വെച്ചോളുണ്ട് ഇന്ത്യ പ്രസംഗം, ഞങ്ങളെ പള്ളിക്ക് വരണ്ട, പക്ഷെ എഴുതി വെച്ചോളുണ്ട്. നാളെ മുതൽ നിങ്ങളെ വീട്ടിൽ കയറി ഇറങ്ങാൻ പോണത് മുദരിസിന്റെ നേതൃത്വത്തിൽ കലണ്ടർ പിരിവ്, മുത്താലിമികളുടെ നേതൃത്വത്തിൽ പുസ്തക പിരിവ്, പിന്നെ പുറത്തുനിന്ന് വന്ന റസീർമാരുടെ നേതൃത്വത്തിൽ വേറൊരു പിരിവ്, അവന്റെ പിരിവ്, ഇവന്റെ പിരിവ്, സലാത്തിന്റെ വക വേറൊരു പിരിവ്, ദിക്കറിന്റെ വക വേറൊരു പിരിവ്. പിരിവിന്റെ 5 കളിയേക്കും. ഈ പിരിവ് നടത്തി കാശ് പറ്റിക്കാനല്ലാതെ മഹല്ല് രണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് വളരെ ഗൗരവം. നിഷ്പക്ഷ ബുദ്ധികളായ ആളുകൾ ആരെങ്കിലും അത്തരം പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യൻബഗീ ലിമുഅ്മിനിൻ അൻ യകൂന ലആനാ. ഒരു മുഅ്മിനായ മനുഷ്യനും മറ്റുള്ളവരെ ശപിക്കാൻ പറ്റുന്നവനല്ല. പൂർണ്ണമായ ഈമാനിന്റെ അടയാളം മറ്റുള്ളവരെ ശപിക്കാതിരിക്കല. എന്തൊക്കെ നുക്സാനുകൾ നിങ്ങൾക്ക് ഹദീസിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ അതൊരു കടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇവർ നേതൃനിരയിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. പരിശുദ്ധ ഹദീസിൽ പറഞ്ഞ ഓരോ കുറവുകളും അവരുടെ ഓരോ നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ശാന്തബുദ്ധിയിൽ ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഭൗതിക ലോകത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതാകണം. മഹ്ശറാബൻ സഭയിൽ വിജയം കിട്ടാനുള്ളതാകണം. ഒരു മുസ്ലിമായ മനുഷ്യന്റെ നേരെ കല്ലെറിയൽ പുണ്യമാണെന്ന് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ നേതാക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളണം. പള്ളികൾ വിഭജിക്കൽ പുണ്യമാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ആ നേതാക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളണം. മറ്റുള്ള രീതിയിൽ സമുദായത്തിൽ പുലർപ്പുണ്ടാക്കാൻ വേണ്ടി നിന്നോട് ഏതെങ്കിലും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ ആ നേതാക്കളെ സൂക്ഷിച്ചുകൊള്ളണം. അവർ നിങ്ങളെ ഭരിച്ചു കൊണ്ടുപോകുന്നത് നാശത്തിലേക്കാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവമുള്ള കാര്യമാണ്. പരിശുദ്ധ ദീനിന്റെ പഞ്ചസ്തംഭങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാഹു നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒന്ന് നേച്ചിക്ക് നമുക്ക് സ്വലാത്തിൽ പിരിയാം. നേരെ ഒരുപാടായി, അടുത്തേക്ക് വരി. അതേപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐറ്റിങ്ങളെ കൊണ്ടുപോയിട്ട് എങ്ങനെ ഇവരെ ദർസിലും കോളേജിലൊക്കെ ചേർത്താൻ വേണ്ടി ശ്രമിക്കും. അത് വളരെ സൂക്ഷിക്കണം. കാരണം ഒരു മൊയ്ലിയർ വന്നിട്ട് ഇത്ര ഫിത്തനെങ്കിൽ അയാളെ ശിഷ്യന്മാർ 40 കൂടി ഇറങ്ങിയാൽ പിന്നെ പറയണ്ടല്ലോ. നാടിന്റെ കാര്യമെടുക്കാല്ല. വളരെ ശ്രദ്ധിക്കണം. ഇത്തരം ഫിത്തനകൾ പ്രചരിക്കും.